ഹലോ ഫ്രണ്ട്സ്, യിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും അബുദാബിയിലേക്ക് വന്നതും അബുദാബി എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് യിൽ നിന്ന് ചെയ്തത് യിലെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബുദാബിയിൽ നമ്മൾ താമസിക്കുന്ന റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ അങ്ങോട്ടാണ് പോവാറ്. ആ പാർക്കുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ കോർണിഷിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ അബുദാബിയിൽ നമ്മൾ താമസിക്കുന്ന റൂം. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ റൂമാണ്. ഞാനിപ്പോൾ തൽക്കാലം ഈ റൂമിലാണ് താമസിക്കുന്നത്. ഇത് സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയാം, വലിയൊരു വില്ലയാണത്. ഈ വില്ലയിൽ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന് ഓണർ ഓരോ റൂമുകളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സ്റ്റുഡിയോ റൂം സൈസിൽ ഇവർ സെറ്റാക്കിയിട്ടുള്ള ഒരു റൂമാണ്. ഇതിലിപ്പോൾ നമ്മൾ രണ്ടുപേർക്ക് കിടക്കാനുള്ള ഒരു ഡബിൾ ബെഡുള്ള കട്ടിലും ഡബിൾ ബെഡ്, പിന്നെ ഒരു കബോർഡ്, കൂടാതെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ. നമ്മൾ ഡ്രസ്സിങ് ടേബിളിലാണ് കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ, TV, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഒരു അക്വേറിയം ഉണ്ട് ഇവിടെ, പിന്നെ മൈക്രോവേവ്, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ റൂമിനകത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അലക്കിയിടാനുള്ള സ്റ്റാൻഡ്, വാട്ടർ ഡിസ്പെൻസർ, പിന്നെ ഇവിടുന്ന് ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോൻ്റെ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ പുറത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഇപ്പോൾ യിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, നമ്മൾ കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ചില സ്റ്റുഡിയോ ഫ്ലാറ്റിൽ ഫ്ലാറ്റ് റൂമിനകത്ത് തന്നെ ആയിരിക്കും കുക്കിങ്ങും വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എന്തായാലും ഒരു ചെറിയൊരു കിച്ചണ് ഉണ്ട്. ആ കിച്ചണിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കിച്ചണ്. പിന്നെ കിച്ചണിനോട് ചേർന്നിട്ടാണ് ബാത്റൂം, ടോയ്ലറ്റ് വരുന്നത്. അത് ഒരു നെഗറ്റീവാണ്. കിച്ചണിൽ നമ്മൾ ഉച്ചക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ആയിട്ടുള്ള ഗ്യാസ് അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ വെച്ചാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ, ഫിഷ് കട്ട് ചെയ്യാനൊന്നുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. പിന്നെ ഒരു എയർ ഫ്രയർ ഉണ്ട്, എണ്ണ ഇല്ലാതൊക്കെ നമുക്ക് മീൻ, ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുന്നതിന്. പിന്നെ ഒരു ചെറിയ സിങ്ക്, മറ്റ് അത്യാവശ്യ സാധനങ്ങൾ, കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്കൊരു വലിയ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള സ്പേസേ ഉള്ളൂ, കിച്ചൺ വളരെ ചെറുതായതുകൊണ്ട്. പിന്നെ വരുന്നത് കബോർഡാണ്. കബോർഡിനകത്താണ് നമ്മൾ എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് താഴെയാണ് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നത്. 2 കള്ളിയാണ് വരുന്നത്. ഇതിനകത്താണ് നമ്മൾ ഗ്ലാസ്, പ്ലേറ്റ് പോലത്തെ പാത്രങ്ങളൊക്കെ. പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഈ സിങ്കിൻ്റെ നേരെ അടിയിൽ തന്നെയാണ്. വേറെ എവിടെയും വെക്കാനുള്ള സ്പേസ് ഇല്ല, ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വലിയ ഒരു ബാത്റൂം എന്ന് പറയാൻ വയ്യ, എന്നാലും കുഴപ്പമില്ലാത്ത സൈസാണ് ബാത്റൂം. നമ്മുടെ വാഷിംഗ് മെഷീന് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ആ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ബാൽക്കണി. ഇവിടെ 2 ചെയറൊക്കെ ഇട്ട് നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേക അബുദാബിയുടെ ഈ കോർണിഷ് സൈഡ്, പിന്നെ ഇവിടെ ഒരു ഫാമിലി പാർക്ക് ഉണ്ട്. ഈ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ഇവിടെ കുറേ വില്ലാസ് ഉണ്ട്. ഈ വില്ലയിലൊന്നും ഇപ്പോൾ താമസമില്ല. അപ്പോൾ ഇതിന് മുമ്പിൽ കുറച്ച് പച്ചക്കറി പോലത്തെ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സീസോ പോലത്തെ എന്തൊക്കെയുണ്ട് ഇവിടെ. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ. ഇവിടുന്ന് ഈ ഒരു കോർണിഷിൻ്റെ ഈ ഒരു വ്യൂ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാം. ഈ കാണുന്ന പാർക്ക് ഇതൊരു ഫാമിലി പാർക്കാണ്. ഫാമിലി എന്ന് വെച്ചാൽ എല്ലാവർക്കും വരാം. കൂടുതലും അതിൻ്റെ പേര് ഫാമിലി പാർക്ക് എന്നാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡായിട്ട് റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് അബുദാബി കോർണിഷാണ്. ഇതാണ് വില്ലയുടെ കോമ്പൗണ്ട്. ഇവിടെ കോമ്പൗണ്ടിൻ്റെ മതിലിൽ നിറയെ ഈ മത്തൻ്റെ വള്ളി പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഒക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, കായ്കളൊക്കെ ചെറുതായിട്ടായി വരുന്നുള്ളൂ. അതുപോലെ തന്നെ മുരിങ്ങൻ്റെ തൈകളുണ്ട്. പിന്നെ
വില്ലയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഇതുവഴി നമ്മൾ പോയിട്ട് ഞാൻ വില്ലയുടെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. ഈ ബാക്കിൽ നിന്നുള്ള നമ്മുടെ വില്ലയുടെ കാഴ്ചയാണിത്. ഇവിടെ നിന്ന് നോക്കിയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഞാൻ ഈ ഒരു ഫുട്ടേജ് എടുക്കുന്നത് നമ്മളുടെ ഈ അബുദാബി കോർണിഷ് സൈഡിൽ നിന്നാണ്, ഫാമിലി പാർക്കിൽ നിന്ന്. ഇത് നമ്മുടെ വില്ലയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടൊക്കെ ഈ ഒരു ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് വില്ലാസാണ്. ഓപ്പോസിറ്റും 2 സൈഡുകളിലൊക്കെ ആയിട്ട് ബിൽഡിങ്സ് ഉണ്ട്. ഈ വില്ലയിലാണ് നമ്മുടെ താമസം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് അബുദാബി ഈ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണിഷും അതിൻ്റെ ചേർന്നിട്ടുള്ള പാർക്കുമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.